എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടി കൊമ്പിടിഞ്ഞാമാക്കൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഞാൻ വീഡിയോ ഇടാറുണ്ട്, തിങ്കളാഴ്ച വീഡിയോ ഉണ്ടാവാറില്ല. അങ്ങനെയായിരുന്നു നമ്മൾ റുട്ടീനായിട്ട് പോയിരുന്നത്. അപ്പൊ ഇപ്പൊ തുടങ്ങി അത് ഭയങ്കര ബുദ്ധിമുട്ട്. ഞായറാഴ്ച വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എൻക്വയറി നടത്തുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ചിലപ്പോൾ കുറെ നേരമൊക്കെ വൈകി പോവാണ്. കാരണം ഓരോ കാര്യങ്ങൾക്ക് ഞായറാഴ്ച ഒരു ദിവസമല്ലേ എനിക്കും അവധിയുള്ളൂ. അപ്പോൾ പള്ളിയിൽ പോകണം, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അന്നത്തെ ദിവസം ഓർഡർ എടുക്കാനായിട്ട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറിക്ക് മറുപടി കൊടുക്കാനായിട്ട് കുറെ ഡിലേ വരികയാണ്. അപ്പോൾ അത് കാരണം ഇനി മുതൽ ഞായറാഴ്ച വീഡിയോ ഇല്ല, പകരം തിങ്കൾ തുടങ്ങി ശനി വരെയാണ് വീഡിയോ ഉള്ളൂ. ഞായറാഴ്ച അവധിയാണ് കേട്ടോ. അപ്പൊ ഈ ഞായറാഴ്ച വീഡിയോ ഉണ്ടാവില്ല, പകരം തിങ്കളാഴ്ച വീഡിയോ ഉണ്ടാവും. തിങ്കളാഴ്ചത്തെ വീഡിയോ എല്ലാവരും കാണണം. നല്ലൊരു ഓഫർ വീഡിയോ ആണ് തിങ്കളാഴ്ച ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് കാണാം. അത് മാലയാണ് കാണിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ മാലയുടെ ചെയ്തപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ആ മാലകൾ വീണ്ടും വീണ്ടും ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മാലയും വളയും അങ്ങനെ ഉള്ള സാധനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന മാല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്ന മാലയാണ്. 6 ലെയർ ആണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഇവിടുന്ന് ഒരു ഗോൾഡന്റെ ചെയിൻ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇതുപോലെ 6 ലെയർ ആയിട്ട് 2, 4, 6, 8 ലെയർ ഉണ്ട് കേട്ടോ. ഇത് 8 ലെയർ വന്നിരിക്കുന്ന മാലയാണ്. അപ്പൊ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പേളിന്റെ മുത്തുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇത് മാത്രം ഇട്ടാൽ മതി. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് ഇട്ടാൽ മതി. ഇത് മാത്രം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഒരു എന്താ പറയാ, ഒരു പൊലിച്ചാരെന്നൊക്കെ പറയില്ലേ, ഒരു തിക്നെസ് അതുണ്ട്. ഇപ്പൊ ഇതിന്റെ കഴുത്തില് ഇട്ട് വെക്കുമ്പോ നോക്കൂ, ഇത് ഇത്രയ്ക്ക് നീളത്തില്, അതായത് നമ്മളുടെ ഈ ബ്ലൗസിന്റെ നെക്കിന്റെ അവിടുന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന അത്രയ്ക്കും ലെങ്ത് ആണ് ഈ മാലയ്ക്ക് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന മാലയാണ് കേട്ടോ. ഒരുപാട് പേര് അന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ച മാല ഇതില് ഈ പേളിന്റെ മുത്തുകൾ മാത്രമാണ്. അപ്പൊ ഇനി അതിന്റെ തന്നെ ഇത് തന്നെ സെയിം, പക്ഷെ ഇതാ പല മുത്തുകളായിട്ട് പല കളറുകളായിട്ട് വന്നിരിക്കുന്ന ഒരു മാലയാണ് ഇത്. രണ്ടും സെയിം റേറ്റ് തന്നെയാണ് 850. ഒരെണ്ണം ഇതുപോലെ, ഒരെണ്ണം ഇതുപോലെ, ഇങ്ങനെ 2 ടൈപ്പാണിത് കേട്ടോ. അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള മാലയാണ്. നമുക്ക് ഈ ഒരു മാല മാത്രമായിട്ട് ഇട്ടിട്ട് പോവാൻ പറ്റുന്ന തരത്തിലുള്ള മാലകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. മാല ഇതാ 3 ലെയർ ആയിട്ട് വരുന്ന മാലയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന മാലയാണ്. ഇതുപോലെ പല കളറുകളിലുള്ള പേളിന്റെ, പിന്നെ ഒരു പച്ച, പിന്നെ ഒരു പിങ്ക്, അങ്ങനെ 3 കളറായിട്ട് വരുന്ന ഒരു മാലയാണ്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ ബ്ലൗസിന്റെ കഴുത്തിന്റെ ഇറക്കത്തിനേക്കാൾ ഒരു ഇച്ചിരി കൂടി താഴ്ന്നു കിടക്കുന്ന മാലയാണ്. ഞാൻ ഇതിലിത് വെച്ച് കാണിക്കാം. അപ്പൊ അതിന്റെ ആ നീളം നിങ്ങൾക്ക് കണ്ടോ, ഇത്രയ്ക്ക് നീളമുണ്ട്. ഇതാ ഇതുപോലെ കിടക്കും ഈ മാല. അപ്പോ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്ന ഒരു മാലയാണ്. ഇത് നമുക്കിപ്പോ നമ്മള് ഒരു താലിമാല ഇടാണ്, അതിന്റെ കൂടി നമുക്ക് ഇത് ഇട്ടിട്ട് പോവാം. ഇനി താലിമാല ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 420. മാല വന്നിരിക്കുന്നത് ഇതിന്റെ പാറ്റേൺ ഒരു വ്യത്യാസമാണ്. ഒരു ഗോൾഡൻ ചെയിൻ വന്നിട്ട് ഇത് കറുപ്പാണ് കേട്ടോ. ഈ മുത്തുകൾ കറുപ്പ്, പിന്നെ താഴ്ഭാഗത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ബീഡ്സ് വന്നിരിക്കുന്നത്. ഇത് 5 ലെയറാണ്, 5 നിരയാണ് ഈ മുത്തുകൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിന് കമ്മല് കൂടി വരുന്നുണ്ട്. ഇങ്ങനെ കൊളുത്തിയിടുന്ന കമ്മലാണ് കേട്ടോ. കാണിച്ചുതരാം, കണ്ടോ, ഇങ്ങനെ കൊളുത്തിയിടുന്ന കമ്മലാണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. ഇപ്പൊ ഞാൻ കാണിച്ചത് കറുപ്പല്ലേ. ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ചുമപ്പും കറുപ്പും കൂടിയാണ്. കണ്ടോ, ഒരെണ്ണത്തില് കറുപ്പ് മാത്രം മുത്തുകൾ വന്നിരിക്കുന്നത്. ഇതിലാവുമ്പോ ചുമപ്പും കറുപ്പും കൂടിയാണ്. വേറെ എല്ലാ സ്പെസിഫിക്കേഷൻ സെയിം തന്നെയാണ്. ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് 450. ഇത് കാണിക്കുന്നത് ഇതാ ഇതുപോലെ പേളില് വന്നിരിക്കുന്ന ഒരു ചെയിനാണ്. ഇവിടെ ഒരു സരസ്വതി ദേവി ഇരിക്കുന്നു. ഇതിന് 3 ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നു. ഇതിന്റെ കമ്മലും ഇതേ ഷേപ്പ് തന്നെയുള്ള കമ്മലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കഴുത്തിൽ നിന്ന് കുറച്ച് ഇറക്കി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ഇത് ചോക്കറായിട്ട് കെട്ടുന്നതാണ് ഇതിന് ഭംഗി. കണ്ടോ, ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇങ്ങനെ ഇടാം. പക്ഷെ ഇത്
കുറച്ചുകൂടി കയറ്റി കഴുത്തിൽ ഇങ്ങനെ ചോക്കറിന്റെ പോലെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അതും നല്ല ഭംഗിയാണ്. ഇതിപ്പോ ഞാൻ കാണിക്കുന്ന കഴുത്ത് തീരെ വണ്ണമില്ലാത്ത കഴുത്താണ്. ഇതിനേക്കാളും കഴുത്ത് എല്ലാവരുടെ കഴുത്തും ഇതിനേക്കാൾ വണ്ണമുള്ള കഴുത്താണ്. അപ്പൊ അങ്ങനെയുള്ള കഴുത്തിൽ ഇതുപോലെ കെട്ടിവെച്ചാല് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് ക്രീമും ഗ്രീനും ആണ് അതിന്റെ കമ്മല്. ഇനി ഇതിൽ വരുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഇതുപോലെ സെയിം തന്നെ. ഇതിന്റെ പെൻഡന്റ് വ്യത്യാസമുണ്ട്. പെൻഡന്റിന്റെ കളർ ഞാനത് എടുത്തു കാണിക്കാം. ഇതാ ഇതിന്റെ പെൻഡന്റ് പിങ്ക് കളർ വന്നിരിക്കുന്നതിന്റെ പെൻഡന്റ് ഇതുപോലെ ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യം കാണിച്ചത് പച്ച കാണിച്ചതിൽ ഒരു സരസ്വതി ദേവി ആയിരുന്നു. ഇതിൽ അങ്ങനെയല്ല കേട്ടോ. ഇതിലത്തെ ഡിസൈൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിനും ഇതേ ഡിസൈനിൽ തന്നെയുള്ള കമ്മലാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇത് രണ്ടും വരുന്നത് 200 രൂപയാണ്. ഇനി ഈ പച്ചയില് ഇപ്പൊ ഈ കാണിച്ച പിങ്കിന്റെ പോലത്തെ തന്നെ വേറൊരു പച്ചയും കൂടി അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ 3 എണ്ണാണ് അവൈലബിൾ ആയിരിക്കുന്നത്, 3 ഡിസൈനില്. അപ്പം ഓരോന്നിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപ എന്ന് പറയുന്നത്. നോക്കൂ, ഇത് നമുക്ക് ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ആന്റിക്കിന്റെ മാല ഇട്ടുകൊണ്ട് പോകുന്ന ഒരു സെയിം ഫീലാണ് ഈ മാലയ്ക്ക്. അപ്പോ ഇത് അത്യാവശ്യം ലെങ്തിലുള്ള മാലയാണ്. അതായത് നമ്മളുടെ ബ്ലൗസിന്റെ കഴുത്ത് വരെ അത്രയും വരെ ഇറങ്ങിക്കിടക്കുന്ന ഒരു മാലയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഈ ബീഡ്സ് കണ്ടോ, ഇങ്ങനെ നല്ല ബീഡല്ല, കല്ലാണത്. നല്ല ഭംഗിയുള്ളൊരു ഇതൊരു സീ ബ്ലൂ കളറാണ് ഈ കല്ലുകൾ വന്നിരിക്കുന്നത്. ഇതിന്റെ കമ്മല് വരുന്നത് ഇതുപോലെ കണ്ടോ. ഇത് നമ്മൾ ഇട്ടുകൊണ്ട് പോകുമ്പോ ഇതുമ്പോ നോക്കൂ, നമ്മൾ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോ ആരും പറയില്ല ഇതൊരു ആന്റിക്കിന്റെ മാല അല്ല എന്ന് ആർക്കും തോന്നില്ല. അതുപോലത്തെ അങ്ങനെ ഭംഗിയുള്ള കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 730. ഇത് ചോക്കറാണ്. ഇപ്പൊ കുറെ നാളുകളായിട്ട് ചോക്കർ ഭയങ്കര ട്രെൻഡിൽ പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഇതൊക്കെ കുറച്ച് നാളായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതിന്റെ. പക്ഷെ സ്റ്റിൽ ഇതിന് ആവശ്യക്കാർ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഇത് കണ്ടപ്പോ ഞാൻ എടുത്തത്. ഇതിന്റെ റേറ്റ് വന്ന് ഇതിലൊരു എന്താ പറയാ റാണി പിങ്ക് ഒക്കെ പോലത്തെ നല്ലൊരു കളറാണ് ഇതിലത്തെ കല്ല് വന്നിരിക്കുന്നത്. ഇതിന്റെ കമ്മല് ഇതാ അതുപോലത്തെ തന്നെ കമ്മലുമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ചോക്കർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതിന്റെ ബാക്ക് സൈഡ് ഇതുപോലെ ചരടാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും കഴുത്തിന്റെ വണ്ണം അനുസരിച്ച് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇനി ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചത് പിങ്ക് അല്ലേ, ഇനി അടുത്ത കളർ വന്നിരിക്കുന്നത് കരിനീല, ഇന്ദ്രനീലത്തിന്റെ ഒക്കെ കളർ കണ്ടോ. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഈ മോഡൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 380. ഈ ചോക്കർ കണ്ടോ, അടുത്ത ചോക്കറിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് കളർ കല്ലാണ്. അതേ ഷേപ്പിൽ തന്നെയുള്ള കമ്മലുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്റ്റഡ് ആണ് കേട്ടോ, ഹാങ്ങിങ് അല്ല, സ്റ്റഡ് ആണ്. അപ്പോ ഇതിന്റെ നേരത്തെ കാണിച്ച ചോക്കറിനേക്കാൾ ഡിഫറൻസ് ഉണ്ട്. ഈ ചോക്കറിന് ഇതിന്റെ പണിക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ബേബി പിങ്ക് അല്ലേ. ഇനി ഇതിന്റെ അവൈലബിൾ ആയിരിക്കുന്ന മറ്റൊരു ഷെയ്ഡാണ് ഇതാ പച്ച, കരിമ്പച്ചയാണ്. അപ്പൊ ഇതിന്റെ കമ്മലിന്റെ ഷേപ്പ് വരുന്നതും ഇതേ ഷേപ്പ് തന്നെ കണ്ടോ, ഇതേ ഷേപ്പിലുള്ള കമ്മലാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 350. ഇത് വന്നിരിക്കുന്നതും ഇതാ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ചോക്കറിന് ഇതാ ഇതുപോലെ ഒരു ഹാങ്ങിങ്ങും കൂടി വന്നിരിക്കുക. അതുകൊണ്ട് അതിനൊരു വെറൈറ്റി നല്ലൊരു ഭംഗിയുള്ളതാണ്. പച്ചക്കല്ലിന്റെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബീഡ്സും കൂടി ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കമ്മല് കണ്ടോ, കമ്മലിലും അതേപോലെ തന്നെ ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. ഇതിപ്പോ നമ്മള് ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഡ്രസ്സിന്റെ ഒപ്പം യൂത്ത് കുട്ടികളായാലും അല്ലെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന തരം ഒരു മാല ചോക്കറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. ഇനി ഇത് തന്നെ ഇതിന്റെ തന്നെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതാ ഇത്. ഇങ്ങനെയാണ് ഇതിന്റെ ഷെയ്ഡ്. ഇതിന്റെ കമ്മല് ഇതുപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ചോക്കറുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ റേറ്റ് 350. അടുത്ത ചോക്കർ ഇതാ അതിന്റെ ഷേപ്പ് കണ്ടോ, ഇതുപോലെയാണ് നെക്സ്റ്റ് ചോക്കർ വന്നിരിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾ കഴുത്തിൽ കെട്ടുമ്പോഴാണ് നമുക്ക് ആ ഭംഗി അങ്ങോട്ട് മനസ്സിലാവുക. അത്രയും ഭംഗിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കറാണ്. ഇതിന്റെ കമ്മലാണ് ഇതാ ഇതുപോലെയാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇതിന്റെ കമ്മല് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഫുള്ളും ഗ്രീൻ ആണ്.
ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. ഇനി ഇതിന്റെ തന്നെ ഇതാ വേറൊരെണ്ണം കണ്ടോ, ഇതില് ഗ്രീനും മെറൂണും നല്ല ഭംഗിയാണ്. അതുപോലെ വേറൊരെണ്ണം വന്നിരിക്കുന്നത് ഫുൾ മെറൂൺ. അപ്പൊ ഒരെണ്ണം ഫുൾ ഗ്രീൻ, ഒരെണ്ണം ഫുൾ മെറൂൺ, ഒരെണ്ണം ഗ്രീനും മെറൂണും. അപ്പൊ ഈ കളർ സാരികളിൽ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത് 280 മാല വന്നിരിക്കുന്നത്. ഇത് ഞാൻ മുമ്പ് കാണിച്ച മാലയാണ്, നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു മാലയാണ്. ഇത് 3 ലെയറാണ് വന്നിരിക്കുന്നത്. ഒരു തീരെ ചെറിയ പേളല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടി വലിപ്പം കൂടിയ പേളാണ് ഇങ്ങനെ 2 സൈഡിൽ വന്നിരിക്കുന്നത്. മിഡിലാണ് ഇതുപോലെ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള കല്ലുകൾ ഇങ്ങനെ പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതും നമുക്ക് ഇതൊക്കെ ഇടാന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്നതാണ് ഫംഗ്ഷനൊക്കെ പോകുമ്പോ കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും, ഒരുപാട് ലെങ്ത് അല്ല, എന്നാ തീരെ കുറവുമല്ല. കണ്ടോ, ഇതാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 850. നെക്സ്റ്റ് ഇപ്പൊ ഈ ഹോളി കമ്മ്യൂണിയനും കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഇടാനായിട്ട്, അതല്ലെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിനോ അങ്ങനെയൊക്കെ ഒരേപോലെയൊക്കെ അതിനോട് മാച്ചൊത്ത് തരത്തിലുള്ള മാലകൾ ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. ഇത് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് പേൾസ് ആണ് ഈ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ സെന്ററിൽ ഇതാ നല്ല ഈ കല്ലുകൾ കാണുമ്പോൾ അറിയുന്നില്ലേ, നല്ല ഗ്ലിറ്ററിംഗ് ഉള്ള ക്രിസ്റ്റലിന്റെ പോലത്തെ കല്ലുകളാണ്. അതുപോലത്തെ തന്നെ കമ്മലുമാണ് 2 ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 430. ചോക്കർ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് പറഞ്ഞ് ഇതങ്ങനെ സാധാരണ കാണുന്ന മോഡൽ അല്ലല്ലോ, വേറെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോ ഇതിന്റെ കളർ കിട്ടിയിരിക്കുന്നത് ആകെ പച്ച മാത്രമാണ്. ഇതിന്റെ കമ്മല് വരുന്നതാണ് ഇതാ ഇതുപോലെ. ഇത് കണ്ടോ, ഇതൊരു ആന്റിക്കിന്റെ ഒക്കെ ഒരു ചോക്കറിന്റെ ഒരു ഫീലാണ് ഇതിന്. ഒരു പച്ചക്കല്ല്, പിന്നെ ആന്റിക്കിന്റെ തന്നെ ഒരു റൗണ്ട്, പിന്നെ അങ്ങനെ വരുന്നതാണ്. ഇതും ഒരു നല്ലൊരു ഡിസൈൻ ആണ് ഈ വന്നിരിക്കുന്ന ചോക്കറിന്. ഇതിന്റെ റേറ്റ് വരുന്നത് 999. ചോക്കർ വന്ന് ഇതൊക്കെ കെട്ടി നമ്മൾ പോകുമ്പോ ഇപ്പൊ ഗോൾഡ് അല്ല എന്ന് ആർക്കും ഒരു ഫീല് തോന്നില്ല. ഒരു ആന്റിക്കിന്റെ ഒരു ഫീല് തരുന്ന ഒരു ചോക്കറാണ്. ഇതൊരു ഫ്ലവറിന്റെ ഒരു ഡിസൈനും പിന്നെ ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറും, അങ്ങനെയാണ് ഈ ചോക്കർ വന്നിരിക്കുന്നത്. അതിന്റെ കമ്മല് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് അതിന്റെ കമ്മലിന്റെ ഡിസൈൻ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1050. നമുക്ക് കുറച്ച് വളകൾ കാണാട്ടോ. ഇത് കണ്ടോ, ഓരോ കൈമ 2 കൈമഴും ഓരോ വളയിട്ട് നമുക്ക് പോവാൻ പറ്റുന്ന ഇത് 2.6 കേട്ടോ ഈ സൈസ്. ഒരെണ്ണം രണ്ടും സെയിം ഡിസൈൻ ഒക്കെ സെയിം ആണ്, കളർ മാത്രമാണ് ഇതിൽ വ്യത്യാസം. ഒരെണ്ണം പച്ച, ഒരെണ്ണം ചുമപ്പ്. ഇതിന്റെ ഡിസൈൻ കണ്ടോ, അതാ ഇതുപോലെയാണ് അതിന്റെ ഡിസൈൻ. ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള വളയാണ്. 2.6 ഇതിന്റെ സൈസ്. ഇത് ഒരെണ്ണത്തിന്റെ വില വരുന്നത് 120 രൂപ. വള ഇതാ നോക്ക്, എന്തൊരു ഭംഗിയുള്ള വളയാണ്. 3 പച്ചക്കല്ലുകൾ അടുപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ ഇടയിലത്തെ ഒരു ഡിസൈൻ കണ്ട, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. വീണ്ടും കല്ല്, വീണ്ടും 4 പച്ചക്കല്ല്, വീണ്ടും 3, അങ്ങനെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് 2 സ്ഥലത്ത് 3 വീതവും, ഒരു സ്ഥലത്ത് 4 പച്ചക്കല്ലും. നല്ല ഭംഗിയുള്ള വളയാണ്. പിന്നെ ഇതൊന്നും ഇട്ടുകൊണ്ട് പോയാൽ ആരും ഇത് എന്താ പറയാ ഗോൾഡ് അല്ല എന്ന് തോന്നിക്കില്ല, അങ്ങനത്തെ വളകളാണിത്. ഇത് 2.6 സൈസ് പറയണേ, പക്ഷെ 2.4 ഉള്ളവർക്കും അത് പോകും. ഇത് 2.4 പറയണത്, പക്ഷെ 2.2 ഉള്ളവർക്കും ഇത് പാകാവും. അപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് 200 രൂപ. വള ഇതാ ഇതുപോലെയാണ് കണ്ടോ, മോഡല് ഇങ്ങനെ ഒരു നെറ്റ് പോലെ. അങ്ങനെ ഇതിന്റെ ഉള്ളിലൊക്കെ സ്പേസുകളാണ്, ചെറിയ ചെറിയ പച്ചക്കല്ലുകളാണ് ഈ നിറച്ച് വന്നിരിക്കുന്നത്. ഇത് 2.6 ഇതിന്റെ സൈസ്. ഇത് 2.8. ഇത് ഒരു വളയ്ക്ക് വില വരുന്നത് 100 രൂപ. അതാ ഇത് 4 വളയാണ് കേട്ടോ, ഞാൻ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചതാണ്. 4 വളകളാണ്, ചെറിയ ചെറിയ വളകളാണ്. ഇതിലത്തെ പച്ച എന്ന് പറയുന്നത് കരിമ്പച്ചയല്ല, ഒരു വളരെ ലൈറ്റ് ഗ്രീൻ, നല്ല ഭംഗിയില്ലേ വളകൾ കാണാനായിട്ട്. ഇതിലൊരു വളയുടെ റേറ്റ് വരുന്നത് 55 രൂപ. ഇതിന്റെ സൈസ് 2.4 കേട്ടോ. നെക്സ്റ്റ് ഒരു വള ഇതാ ഇതിന്റെ പാറ്റേൺ കണ്ടോ, ഇതും പച്ചക്കല്ലുകൾ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന വളയാണ്. സൈഡിൽ ഇതുപോലെ തുരുതുരാന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വള ഒരു പീസ് 70 രൂപയാണ്. ഇത് 2.4, 2.6, 2.8 ആ സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ.
നെക്സ്റ്റ് വള നോക്കൂ, ഇതിന്റെ ഡിസൈൻ ഇതില് പച്ചക്കല്ലും ഉണ്ട്, മറ്റേ പിങ്ക് കളറും ഉണ്ട്. 2 കല്ലുകൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അത് തന്നെയല്ല ഇതിന്റെ ഡിസൈനുകൾ കണ്ടോ, ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് 2 കഴിയുമ്പോഴും ഓരോ വളകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന വളയാണ്. സ്വർണ്ണല്ലാതെ ആരും പറയില്ല. അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ്. ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് 2, 4 ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു വള 125 രൂപ. അടുത്തത് ഇത് കണ്ടോ, ഇതെന്താന്ന് വെച്ചാൽ ലിപ് ബാം ആണ്. ഇതാ ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, ഇത് ഏത് ഓപ്പൺ ചെയ്താലും ഇങ്ങനെ ഈ വെള്ള കാണുമ്പോൾ വെള്ള പോലെ ആണെങ്കിലും ഇത് ഇട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു പിങ്ക് കളറിലേക്ക് വരും. ഇത് ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 35 രൂപയാണ്. ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ പല ബോട്ടിലുകളിൽ പല ഫ്ലേവറിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിപ്പോ ഏത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കയ്യിലെടുത്ത് കഴിയുമ്പോൾ ലിപ് ഗ്ലോസ് അല്ലേ വൈറ്റ് ആയിട്ട് തോന്നുള്ളൂ, വൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. അത് ആ ഒരു ഗ്ലോസിങ്ങിന് വേണ്ടി മാത്രം ഉള്ള സാധനമാണ് ഇത്. ഇപ്പം ഇതാ ഒരെണ്ണം സ്ട്രോബെറിയുടെ ഫ്ലേവർ, സ്ട്രോബെറിയുടെ വരും, പൈനാപ്പിളിന്റെ വരും, വാട്ടർമെലന്റെ, ഗ്രേപ്സിന്റെ, അങ്ങനെ പല ഫ്ലേവറുകളിലാണ് ഇത് വരുന്നത്. ഇതിലും ഓരോന്നിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 35 രൂപ. കണ്ടോ, 35 രൂപയാണ്. ഇന്ന് ഈ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.